ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്ത കണ്ടന്റുകളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ഇപ്പോഴും സ്ഥിരമായ എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡ്രോൺ റിലേറ്റഡ് കണ്ടന്റ്. അപ്പോൾ ഇന്ന് നമ്മൾ FPV ഡ്രോൺസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു FPV ഡ്രോൺ ബിൽഡ് ചെയ്ത് ഫ്ലൈ ചെയ്യുന്നത് വരെയുള്ള മാക്സിമം കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്താണ് ഈ FPV ഡ്രോൺ? FPV എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂ. അതായത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ കാണാറില്ലേ, നമ്മൾ ആ ക്യാരക്ടർ ആണെങ്കിൽ ആ വ്യൂ അല്ലേ നമ്മൾ കാണുക. അപ്പോൾ അതുപോലെ തന്നെ ഡ്രോൺ ക്യാമറയുടെ വ്യൂ നമ്മളൊരു VR പോലത്തെ ഗോഗിൾസ് വെച്ചിട്ട് ലൈവായിട്ട് കണ്ടിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. ഇനി നിങ്ങൾ കല്യാണത്തിനൊക്കെ വീഡിയോ എടുക്കുന്ന നോർമൽ ഡ്രോൺസ് കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഈ FPV ഡ്രോണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ ഹൈ സ്പീഡിലുള്ള ഷോട്ടുകളും ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റുകളും ടേണുകളും ഒന്നും നമ്മുടെ സാധാരണ ഡ്രോൺസിൽ പറ്റില്ല. അപ്പോൾ അതിനാണ് നമ്മൾ FPV ഡ്രോൺസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതൊരു ഹോബിക്ക് വേണ്ടിയും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയും ഫ്ലൈ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ തുടങ്ങണം? എവിടെ നിന്ന് തുടങ്ങണം? ആദ്യം തന്നെ നമുക്ക് FPV സിമുലേറ്ററുകളിൽ ഫ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. സിമുലേറ്റർ എന്ന് പറയുമ്പോൾ വെറും ഗെയിമാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ റിയൽ ലൈഫിൽ ഫ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു മസിൽ മെമ്മറിയും റിഫ്ലക്സുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ ഒരു സിമുലേറ്റർ സഹായിക്കും. അപ്പോൾ സിമുലേറ്റർ ഫ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു റിമോട്ട് മേടിക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ജോയ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. പക്ഷേ ഇതുപോലെ ഒരു FPV റിമോട്ട് ഉണ്ടെങ്കിൽ അതേ ഒരു റിയൽ ടൈം ഫീല് കിട്ടും. ഇത് FPV ഡ്രോണുകൾക്കും RC പ്ലെയിനുകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ റിമോട്ടാണ്. ഇത് റേഡിയോ മാസ്റ്റർ എന്ന ബ്രാൻഡിൻ്റെ പോക്കറ്റ് എന്ന് പറയുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇത് ബിഗിനർ ടു ഇൻ്റർമീഡിയറ്റ് ലെവൽ വരെയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ റിമോട്ടാണ്. ഒരുപാട് FPV സിമുലേറ്ററുകൾ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. എന്നാലും ബെസ്റ്റ് ആയിട്ടുള്ളത് വിൻഡോസിലും മാക്കിലും സപ്പോർട്ട് ചെയ്യും. ലിഫ്റ്റ് ഓഫ്, അൺക്രാഷ്ഡ് രണ്ടും നമുക്ക് സ്റ്റീം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ. രണ്ടും പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഒരു 500 to 700 രൂപയാണ് രണ്ടിൻ്റെയും കോസ്റ്റ്. വൺ ടൈം പേയ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ റിമോട്ട് Type-C കേബിൾ വഴി ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്റ്റ് ആയിക്കോളും. നമ്മുടെ റിമോട്ടിലും ഡിറ്റക്റ്റ് ആകും. അതിൽ USB ജോയ്സ്റ്റിക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. ഫസ്റ്റ് ടൈം നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ റിമോട്ട് കൺട്രോൾ ഒന്ന് കാലിബ്രേറ്റ് ചെയ്യണം. കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻസിൽ പോവുക, കൺട്രോളർ സെറ്റിംഗ്സിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിക്ക് മൂവ്മെൻറ്റ് അനുസരിച്ച് ഡ്രോൺ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. എൻ്റെ ഇപ്പോൾ കാലിബ്രേഷൻ കറക്റ്റാണ്. എന്നാലും നമുക്കൊന്നുകൂടെ കാലിബ്രേറ്റ് ചെയ്ത് കാണിക്കാം. കാലിബ്രേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ എല്ലാ സ്റ്റിക്കുകളും എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യുക. രണ്ട് സ്റ്റിക്കുകളും സെൻറ്റർ പോയിന്റിലോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് സ്റ്റിക്ക് എപ്പോഴും സെൻറ്ററിൽ തന്നെയാണുള്ളത്. പക്ഷേ നമ്മുടെ ലെഫ്റ്റ് സ്റ്റിക്ക് സെൻറ്ററിൽ നമ്മൾ ആക്കണം. സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മുടെ റിമോട്ടിൻ്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ ഒരു വൈറ്റ് സർക്കിൾ ഒരു ഡോട്ടും കാണാം. കറക്റ്റ് ആ വൈറ്റ് സർക്കിൾ ഡോട്ട് ഒന്ന് അലൈൻ ചെയ്താൽ മതി. സ്റ്റിക്ക് സെൻറ്റർ പോയിന്റിലാണ്. എന്നിട്ട് അവരത് ഈ കാണിക്കുന്ന പോലെ തന്നെ ഓരോ സ്റ്റിക്ക് ഓരോ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാലിബ്രേഷൻ കംപ്ലീറ്റ് ആയി. ത്രോട്ടിൽ, പിച്ച്, റോള്, യോ ഇങ്ങനെ 4 മോഷനുകളാണ് നമ്മുടെ ഡ്രോണിന് വരുന്നത്. കാലിബ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം മൂവ്മെൻറ്റ് കറക്റ്റാണോ എന്ന്. ആദ്യം നമുക്കൊരു ട്രാക്ക് എടുക്കാം. ഇതിൽ ഇഷ്ടംപോലെ ട്രാക്കുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് വേണ്ടി നമുക്ക് ക്യാമറ വ്യൂ ഒന്ന് മാറ്റാം. ലെഫ്റ്റ് സ്റ്റിക്ക് അപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രോൺ മേലോട്ട് താഴോട്ട് മൂവ് ചെയ്യുക മാത്രമേ ഉള്ളൂ. അതേസമയം റൈറ്റ് സ്റ്റിക്ക് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്താൽ നമ്മുടെ ഡ്രോൺ പിച്ച് ഫോർവേഡ്, അതായത് ഫോർവേഡ് മൂവ് ചെയ്യും. ബാക്കിലോട്ടാക്കിയാൽ ബാക്ക്വേഡ് വരും. റൈറ്റ് സ്റ്റിക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ സൈഡ് വൈസ് ഉള്ള മൂവ്മെൻ്റ് ആണ്. അതിനെ റോൾ എന്നാണ് പറയുന്നത്. റോൾ ലെഫ്റ്റ് പോകും. റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ റോൾ റൈറ്റ് പോകും. പിന്നെ നമുക്ക് ഒരു മോഷനോടാണുള്ളത്. ലെഫ്റ്റ് സ്റ്റിക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിക്കുന്നത്. അതിനെ യോ എന്നാണ് പറയുന്നത്. അതായത് ഒരു ആക്സിസിൽ നിന്നിട്ട് തന്നെ ഡ്രോൺ ചുറ്റിനും ഇങ്ങനെ നോക്കുന്ന പോലെ ഒരു മോഷനാണ് വരുന്നത്. ഈ പറഞ്ഞ മൂവ്മെൻറ്റുകളുടെ എല്ലാ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത്. FPV ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റിമോട്ടിൽ 2 സ്റ്റിക്കുകളും പിടിക്കേണ്ടതിനൊരു രീതിയുണ്ട്. പല എക്സ്പേർട്ടുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് നമ്മുടെ തമ്പ് ഇങ്ങനെ 2 സ്റ്റിക്കിൻ്റെ ടോപ്പ് പോയിന്റിൽ വയ്ക്കുക. എന്നിട്ട് അടുത്ത ചൂണ്ടുവിരൽ വെച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുക.
ഈ ഒരു രീതിയിൽ പിടിച്ചാലുള്ള യൂസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ ചെറിയായിട്ടുള്ള മൈന്യൂട്ട് മൂവ്മെൻറ്റുകളും പെട്ടെന്ന് കൊടുക്കാനൊക്കെ പറ്റും. അല്ലാണ്ട് നമ്മൾ ഒറ്റ വിരൽ വെച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ തള്ളുകയൊക്കെ ആണെങ്കിൽ ഡ്രോൺ പെട്ടെന്ന് മൂവ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ 2 വിരൽ വെച്ച് ഇങ്ങനെ പിടിക്കുമ്പം കൈ ഒരു ടൈറ്റാക്കി പിടിക്കില്ല, ഫ്രീ ആയിട്ട് എല്ലായിടത്തും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലൂസാക്കി പിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ലെവലെടുത്തൊന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്ത് നോക്കുക. നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു വ്യൂ കണ്ടായിരിക്കും നമ്മൾ റിയൽ ടൈമിൽ ഫ്ലൈ ചെയ്യുന്നത്. ആദ്യം ജസ്റ്റ് ഡ്രോൺ ഒന്ന് തറയിൽ തട്ടാതെ വെറുതെ ഫ്ലൈ ചെയ്ത് നോക്കുക. തറയിൽ തട്ടി നിൽക്കാതെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ട്രാക്കോ അല്ലെങ്കിൽ വഴിയോ ഒക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കറങ്ങി വരാൻ പറ്റുന്നുണ്ടോ നോക്കുക. FPV ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ത്രോട്ടിൽ സ്റ്റിക്കിൽ എപ്പോഴും ഒരു കൺട്രോൾ വേണം. കാരണം നമ്മൾ ടേൺ ചെയ്യുമ്പോഴൊക്കെ ഡ്രോൺ ഡൗൺ ആയി പോവുകയും ഹൈറ്റ് കുറഞ്ഞു തറയിൽ തട്ടാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് ത്രോട്ടിൽ അപ്പ് പ്ലസ് പിച്ച് ഫോർവേഡ് ചെയ്യുമ്പോഴാണ് ഡ്രോൺ സ്മൂത്തായി ടേക്ക് ഓഫ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ ഓരോ മോഡ്സ് ഉണ്ട്. അത് നമുക്ക് റിയൽ ഡ്രോൺസിലും ഉണ്ട്. ആക്രോ, ലെവൽ എന്നൊക്കെ പറഞ്ഞ് കാണാം. ആദ്യം നമ്മൾ ബിഗിനർ ഫ്ലൈ ചെയ്യുമ്പം ലെവൽ മോഡിൽ ഫ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ലെവൽ മോഡിൽ കുറച്ചുകൂടെ ഈസിയാണ് ഫ്ലൈ ചെയ്യാൻ. ലെവൽ മോഡിൽ ഡ്രോൺ എപ്പോഴും നമ്മൾ സ്റ്റിക്ക് വിട്ടാലും സെൽഫ് ലെവൽ ആവാൻ ശ്രമിക്കും. ആക്രോ മോഡ് എന്ന് പറയുമ്പോൾ ഫുള്ളി മാനുവലാണ്. ആ മോഡിൽ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ, അതായത് ഫ്ലിപ്പുകൾ, ഡൈവുകൾ തുടങ്ങിയ മോഷനുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ലെവൽ മോഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. മോഡ് മാറ്റാനായിട്ട് കീബോർഡിൽ A ഞെക്കിയാൽ മതി. കറങ്ങി വരാനായിട്ടൊക്കെ 2 സ്റ്റിക്ക് ഒരേപോലെ യൂസ് ചെയ്താൽ എളുപ്പത്തിൽ ഡ്രോൺ സ്മൂത്തായി തിരിഞ്ഞു വരും. അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയെന്ന് തോന്നിയാൽ പിന്നെ നിങ്ങൾക്ക് ഓരോ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ഇതിലോരോ ചെക്ക് പോയിന്റ് ഇങ്ങനെ എടുത്തെടുത്ത് ഈ റേസ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ ടൈം ഇമ്പ്രൂവ് ചെയ്യുക എങ്ങനെ നോക്കുക. ഇതിൽ ഓരോ ട്രാക്കുകളും ഓരോ ഡിഫിക്കൽട്ടി ലെവലുള്ളതാണ്. നിങ്ങൾക്ക് വേറെ ഡ്രോണുകളും എടുത്ത് ഫ്ലൈ ചെയ്യാം. നിങ്ങളിപ്പോൾ എടുക്കുന്ന ഡ്രോണുകളുടെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് അതിൻ്റെ സ്പീഡും കൺട്രോളും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് ഇതിൽ ഡ്രോൺ ഓരോ സെറ്റിങ്സ് മാറ്റി, ബാറ്ററി മാറ്റി, മോട്ടർ മാറ്റിയൊക്കെ ചെയ്യാം. അതിനനുസരിച്ച് എൻ്റെ പെർഫോമൻസും കൺട്രോളും ഒക്കെ മാറും. അപ്പോൾ നമ്മൾ ഈ സിമുലേറ്ററിൽ നിന്ന് ഒരു ഇത് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്കൊരു ബഡ്ജറ്റ് FPV ഡ്രോൺ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റിയത് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് നോക്കാം. ആ വീഡിയോ മിസ്സാവാണ്ടിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. കൂടെ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.